എൻ്റെ ഭഗവാനെ, എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഒരു ക്ലൂ എങ്കിലും തരാമായിരുന്നു. എന്തായാലും സോറി പറഞ്ഞ് വേഗം സ്ഥലം കാലിയാക്കാം. ഞാൻ സാറിനെ നോക്കി വേണോ വേണ്ടോ എന്ന മട്ടിൽ ഒന്ന് ഇളിച്ചു കൊടുത്തു. സോറി സർ, ഞാൻ പെട്ടെന്ന് ഈ വേഷത്തിൽ കണ്ടപ്പോൾ സ്റ്റുഡൻ്റ് ആണെന്ന് ഞാൻ എങ്ങനെയൊക്കെയോ വിക്കി വിക്കി പറഞ്ഞൊപ്പിച്ചു. അപ്പോഴും സർ എന്നെ തന്നെ ഇമവട്ടാതെ നോക്കുകയാണ്. ചിരിക്കുകയാണോ അല്ല ഇനി ദേഷ്യമാണോ? ചേ, ഈ താടി കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. എന്തേ ഈ വേഷത്തിനെന്താ കുഴപ്പം? ജീനും ടീഷർട്ടും ഇട്ട് സാറുമാരെ ഇയാൾ കണ്ടിട്ടില്ലേ? ഗൗരവമായ ശബ്ദത്തോടെ സാറ് ചോദിച്ചതും ഞാൻ ഇല്ലെന്ന് ചുമല് കൂച്ചി തല താഴ്ത്തിയിരുന്നു. എന്തേ ഇപ്പം തല താണുപോയത്? ഇത്രയും നേരം നിന്ന് വായിട്ടലച്ച നാവ് ഇപ്പം എവിടെ പോയി? സാറ് വീണ്ടും കലിപ്പി പറഞ്ഞപ്പോൾ എനിക്ക് കരച്ചിൽ വരുന്ന പോലെയൊക്കെ തോന്നി. ഹാ, വിട്ടേക്ക് സാറേ, ആ കുട്ടി അറിയാതെ പറഞ്ഞതല്ലേ. ഇതൊരു പാവാണ്. വിമൽ സർ എൻ്റെ രക്ഷകനായി എത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തെയും പിന്നെ സാറിനെയും ദയനീയമായി നോക്കി. പിന്നെ പാവം, ഇതിനെയൊക്കെയാണോ പാവം എന്ന് പറയുന്നത്? എങ്കിൽ ശരിക്കുള്ള പാവങ്ങളെ എന്ത് വിളിക്കും? അല്ല, നിനക്ക് വീട്ടിൽ പോകാൻ ഉദ്ദേശമില്ലേ? സർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വേഗം ഉണ്ടെന്ന് തലയാട്ടി. എന്നാ വായും വിളിച്ച് നിൽക്കാതെ വീട്ടിൽ പോടി കുണ്ടുമുളകെ. സാറ് ദേഷ്യത്തിൽ അലറിയതും ഞാൻ കിട്ടിയ ധൈര്യം വെച്ച് അവിടുന്ന് ഒരു ഓട്ടമായിരുന്നു. നേരെ ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നപ്പോൾ അവിടെ നിത്യയും കൃപയും ഇളിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നെ പുലിമടയിലേക്ക് ഒറ്റയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് പോയ ശവങ്ങൾ. ഞാൻ പോയി അവരുടെ നടുപ്പുറം നോക്കി ഒന്നങ്ങോട്ട് കൊടുത്തു. ഒടുക്കം അവർ കാല് പിടിച്ച് സോറി പറഞ്ഞിട്ടാണ് ഞാൻ അടി നിർത്തിയത്. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സിദ്ധു, ആദ്യം വല്ല മുണ്ടു ഷർട്ട് ഇട്ട് വന്ന് ജോയിൻ ചെയ്യാൻ. എന്നിട്ട് അവൻ ക്യാഷ്വലായി വന്നതും പോരാ, ഒരൊറ്റ ക്ലാസ്സിലും കയറാതെ പിള്ളേരെ പോലെ കോളേജും ചുറ്റിയടിച്ച് നടക്കുന്നു. ഇപ്പോൾ പിള്ളേരുടെ അടുത്ത് നിന്ന് തന്നെ നല്ല ആട്ട് കിട്ടിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? വിമൽ എന്നോട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധ മുഴുവൻ ആ പോയ ഗുണ്ടുമുളകിലായിരുന്നു. ഞാൻ അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് ഒന്ന് നിഗൂഢമായി പുഞ്ചിരിച്ചു. എന്താ പേര്? എൻ്റെ പേരോ? എടാ ദ്രോഹി, ഇത്ര പെട്ടെന്ന് എന്നെ നീ മറന്നോ? നിന്റെ പേരല്ലട പോത്തെ, ആ പോയ ഗുണ്ടുമുളകിൻ്റെ പേരാ ഞാൻ ചോദിച്ചത്. ഓ അതാണോ? അത് ശ്രീദേവി, ബികോം തേർഡ് ഇയർ ആണ്. ശ്രീദേവി? എൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. പേര് പോലെ ഒരു ദേവിയാണ്. എന്താ മോനെ, ഇത് നമ്മുടെ പഴയ ഡിഗ്രി കാലമല്ല. നിന്നെ ഞാൻ പിള്ളേരെ പഠിപ്പിക്കാനാണ് ഇങ്ങോട്ട് വിളിച്ചത്. എൻ്റെ കഞ്ഞിയിൽ പാറ്റിയിടരുത്. അയ്യ, ആ ഡിഗ്രി കാലത്ത് മോൻ ചെയ്ത പ്രൊജക്റ്റ് ഇപ്പോഴും വീട്ടിലിരിപ്പില്ലേ? പറഞ്ഞ പോലെ ശ്രുതിക്ക് സുഖാണോ? വിമൽ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ്. ഞങ്ങളുടെ കൂടെ തന്നെ പഠിച്ച ശ്രുതിയുമായി ആശൻ കട്ട പ്രേമായിരുന്നു. ഞാനായിരുന്നു ബ്രോക്കർ. കഴിഞ്ഞ വർഷമായിരുന്നു ഇവരുടെ വിവാഹം. ഹാ, നീ വന്നു എന്നറിഞ്ഞപ്പോഴേക്കിടുന്ന് കയറു പൊട്ടിക്കുക. നിന്നെയും ഗീതാമ്മയും കാണണമെന്ന് പറഞ്ഞിട്ട്. ഒന്ന് ഫ്രീ ആകട്ടെ, ഞാനും ഗീതവും അങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പോട്ടെ, ഗീതു വെയിറ്റിംഗ് ആയിരിക്കും. ചേ, പണി പാളിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ജീവിതത്തിൽ ആദ്യമായി ഒരു റാങ്കിങ് നടത്തിയതാ. അതെൻ്റെ മാസ്റ്റർ പീസ് ആകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. രാത്രി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ട് ഞാൻ ആലോചിച്ചു. ഇത്രയൊക്കെ ആണെങ്കിലും ഇപ്പോഴും മനസ്സിൽ ആ പുഞ്ചിരിക്കുന്ന മുഖമാണ്. വല്ലാത്തൊരു കാന്തിക ശക്തിയുണ്ട് ആ ചിരിക്ക്. എന്തോ ഒരു ഉൾവിളിയിൽ എൻ്റെ കാലുകൾ ജനാലയുടെ അടുത്തിരുന്ന ക്യാൻവാസിൻ്റെ അടുത്തേക്ക് ചലിച്ചു. ശൂന്യമായ ആ താളിൽ ഞാൻ അവശ്യമായ പുഞ്ചിരി വരച്ചു ചേർത്തു. പൂർണ്ണരൂപയില്ല, ആ ചിരിയും അതിന് മാറ്റുകൂട്ടുന്ന താടിയും മാത്രം. കുറച്ചു നേരം അതിൽ തന്നെ നോക്കിയിരുന്നു. ജനാലയുടെ ഒഴുകിയെത്തിയ മന്ദഭാരതൻ എന്നെ തഴുകിപ്പോയി. ഞാൻ ആരാണെന്ന് മനസ്സിലായപ്പോൾ അവളുടെ മുഖമൊന്ന് കാണണമായിരുന്നു ഗീതു. ഇപ്പോഴും എനിക്ക് ചിരി പൊട്ടുക. കോളേജിലെ വിശേഷങ്ങളൊക്കെ പറയുന്നതിനിടയിലാണ് ആ ഗുണ്ടുമുളകിനെ കുറിച്ച് പറഞ്ഞത്. എന്നാമോ ചിരിച്ചിട്ട് കഴിക്കേ, ഇല്ലെങ്കിൽ തലയിൽ കയറിയാലോ? ഗീതമ്മ ഒന്ന് ആക്കിയതാണോ? അങ്ങനെ തോന്നിയോ? ചെറുതായിട്ട്. ഏയ്, ആക്കിയതാ. അല്ല, പതിവില്ലാത്ത കാര്യങ്ങളും പരിചയമില്ലാത്ത മേഖലയാണല്ലോ. എന്തു പറ്റി കള്ള കണ്ണന്? ഇങ്ങനെയൊക്കെയല്ലേ അമ്മേ പരിചയമാവുന്നത്. അപ്പോൾ പൂജാമുറിയിൽ ഇരിക്കുന്ന നിലവിളക്ക് പുറത്തേക്കെടുക്കേണ്ട സമയമായെന്ന് സാരം. ഹോ, കാള പറ്റിയെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കാതെ ഗീതു. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. കൂടുതൽ പിടികൊടുക്കാതെ ഞാൻ ഫുഡിൽ ശ്രദ്ധ കൊടുത്തു. എന്നാലും ഗീതുവിന് കാര്യം കത്തിയിട്ടുണ്ട്. ഇന്ന് നേരത്തെ തന്നെ അമ്പലത്തേക്ക് പോയി. നട അടക്കുമോ എന്ന് കരുതി മാത്രമല്ല, ഇനി ആ സാർ സ്ഥിരം സന്ദർശകനാണെങ്കിലോ? ഇനി അങ്ങേരുടെ മുമ്പിൽ പെടാതെ എങ്ങനെ നടക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ എങ്ങനെയായാലും ക്ലാസ്സിൽ വരുമ്പോൾ കാണുമല്ലോ. തൊഴുതിറങ്ങി വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ദേ എതിരെ വരുന്നു സാറ്. ഈശ്വര, പണി പാളിയോ? ഞാൻ വേഗം അടുത്തുള്ള ആൽമരത്തിൻ്റെ മറവിലേക്ക് മാറി നിന്ന് സാറിനെ ആപാതച്ചൂടം വീക്ഷിച്ചു. ഇത് മറ്റേ പരിപാടിയല്ലേ, ജോഗിങ്. കുട്ടികളെ പേടിപ്പിക്കാൻ മസിലും പെരുപ്പിച്ച് നടക്കുക. സ്പോർട്സ് പാൻറ്റും ടീഷർട്ടിന് മുകളിൽ ഒരു ജാക്കറ്റും ഇട്ട് ചെവിയിൽ ഹെഡ്ഫോൺ തിരികെയാണ് പരിപാടി. എങ്ങനെയെങ്കിലും ഈ ജന്തുവിൻ്റെ കണ്ണിൽപ്പെടാതെ പോകണമല്ലോ. നോക്കിയപ്പോൾ പുള്ളി അവിടെയുള്ളൊരു കടയിൽ എന്തോ വാങ്ങുകയാണ്. കിട്ടിയ അവസരം മുതലാക്കി ഞാൻ അവിടുന്ന് വേഗം സ്കൂട്ടായി. തിരിഞ്ഞു നോക്കാതെ ഒരു ഓട്ടമായിരുന്നു. എടി! പിന്നിൽ നിന്ന് ഒരർച്ച കേട്ട് ഞാൻ ഞെട്ടി അവിടെ തന്നെ സ്റ്റക്കായി. കണ്ടു, തീർന്ന്, ഓടിയാലോ?
വേണ്ട. നീ എവിടെ വരെ ഓടും ശ്രീ? തിരിഞ്ഞോ? അതാ നല്ലത്. ഞാൻ പതിയെ മാഷിന് നേരെ തിരിഞ്ഞു. മുഖത്ത് നോക്കാതെ തല താഴ്ത്തിയാണ് ഞാൻ നിന്നത്. എന്താടോ, ഒരു സ്റ്റുഡൻറ്റ് സാറിനെ കണ്ടാൽ പാലിക്കേണ്ട മര്യാദയൊന്നും ഇല്ലേ? മാഷ് കലിപ്പി ചോദിച്ചപ്പോൾ ഞാൻ പതിയെ മുഖമുയർത്തി നോക്കി. ഈശ്വര, കലിപ്പിലാണ്. ഗുഡ് മോർണിംഗ് സാർ. അത്രയും പറഞ്ഞ് ഞാൻ വീണ്ടും തല താഴ്ത്തി. ആ മുഖത്തേക്ക് നോക്കാൻ തന്നെ എനിക്ക് കഴിയുന്നില്ല. ഹൃദയമിടിപ്പ് വല്ലാതെ കുതിച്ചുയരുന്നു. തൊണ്ട വറ്റി വരണ്ടു. എന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കണം. സാധാരണ രീതിയിൽ മുഖത്ത് നോക്കാത്തവർ കള്ളന്മാരാണ്. നിന്നെ കണ്ടാൽ തന്നെ ഒരു കള്ള ലക്ഷണമുണ്ട്. നീ കള്ളിയാണോ? മാഷ് എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. എന്നെ ആരും ഇതുവരെ കള്ളിയെന്ന് വിളിച്ചിട്ടില്ല. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പി. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. ഇതിനെ കാണുമെന്ന് ഉറപ്പിച്ചു തന്നെയാ ഈ വഴി വന്നത്. ചുമ്മാ പെണ്ണിനെ ഒന്ന് ചൂടാക്കാൻ കുറച്ച് കലിപ്പായതാ. പക്ഷേ ഇത്ര അയ്യോഭാവാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എടോ, താനെന്തിനാ കരയുന്നേ? ഞാൻ തമാശ പറഞ്ഞല്ലേ. ഇന്നലെ ഞാൻ ആളറിയാണ്ട അങ്ങനെയൊക്കെ പറഞ്ഞത്. സത്യമായിട്ടും മാഷാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അയാൾ വിമ്മി പൊട്ടിക്കൊണ്ട് പറയുന്നത് കേട്ട് എനിക്ക് ചിരിയാണ് വന്നത്. പക്ഷേ ഞാനത് പുറത്ത് കാണിച്ചില്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാനും ഒരു തമാശയായിട്ടേ കണ്ടുള്ളൂ. പിന്നെ എന്തിനാ എന്നെ കള്ളിന്ന് വിളിച്ചത്? ഓഹോ, അതാണോ? അത് സത്യമല്ലേ? നീ കള്ളി അല്ലെങ്കിൽ പിന്നെ എന്തിനാടി എന്നെ കാണാതെ ഒളിച്ചു പോകാൻ നോക്കിയത്? പെട്ടെന്ന് ഞാൻ കലിപ്പിച്ച് ചോദിച്ചപ്പോൾ അവളത് ഞെട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി. നീ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അത് പിന്നെ പേടിച്ചിട്ട്. എന്ത് പേടിച്ചിട്ട്? എനിക്ക് പേടിയാ മാഷിനെ. നിഷ്കുഭാവത്തിൽ അവൾ പറയുന്നത് കേട്ട് എനിക്ക് ചിരി വന്നെങ്കിലും ഞാൻ കാലിബിൽ തന്നെ നിന്നു. അതെന്താ, ഞാൻ നില വല്ലതും ചെയ്തോ? അതോ എന്നെ കാണാൻ അത്രക്ക് ഭയാനകാണോ? അയ്യോ അല്ല, ഇങ്ങനെ ചിരിക്കാതെ നിൽക്കുന്നത് കാണുമ്പോൾ പേടിയാ. അതിന് നീയും ഇതുവരെ എന്നെ നോക്കി ചിരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാനും പേടിക്കണ്ടേ? മാഷ് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എനിക്കെന്താ പറയണ്ടേന്ന് ഒരു പിടിയും കിട്ടിയില്ല. കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നു. ഒന്ന് മയത്തിലെങ്കിലും സംസാരിച്ചൂടെ? അതിരിക്കട്ടെ, നീ എന്താ ഇപ്പോൾ വിളിച്ചേ? മാഷിയെന്നോ? ഭഗവാനെ, അതും പണിവാളിയോ? സാർ എന്നെ വിളിക്കാൻ തോന്നണില്ല, അതുകൊണ്ടാണ് മാഷിയെന്ന് വിളിച്ചത്. അത് സോറി സാർ, ഇനി വിളിക്കൂല. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കോറിയും കൊണ്ട് വരണ്ട. പിന്നെ മാഷ് കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ട്, അതുകൊണ്ട് താൻ അങ്ങനെ തന്നെ വിളിച്ചോ. ഞാൻ തലകുലിക്ക് സമ്മതിച്ചു. എന്താ തൻ്റെ പേര്? ശ്രീദേവി. ശ്രീദേവി. ശ്രീ എന്നാൽ ഐശ്വര്യം, ദേവി എന്ന ഒറ്റ പേരിൽ തന്നെ ഐശ്വര്യമുണ്ട്. അതിൻ്റെ കൂടെ എന്തിനാ ശ്രീ? ഇങ്ങേരെന്താ ഈ പറയണേ? ഇനി എൻ്റെ പേരെങ്ങാനും മാറ്റുമോ? ആ ശ്രീ അങ്ങോട്ട് കട്ട് ചെയ്യാം. ദേവി അത് മതി. ഞാൻ തന്നെ അങ്ങനെ വിളിക്കൂ. അതൊരു ഗുമ്മില്ല. ദേവിക്കുട്ടി, അതെങ്ങനെയുണ്ട്? കൊള്ളാമോ? മാഷൊരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് മാഷിനെ ശ്രീദേവി എന്ന് വിളിച്ചോളൂ പ്ലീസ്. ദേവി എന്ന് വിളിക്കണ്ട. അതെന്താ, ആ പേര് വിളിക്കാൻ താൻ ആർക്കെങ്കിലും പ്രത്യേക അനുവാദം കൊടുത്തിട്ടുണ്ടോ? അത് എൻ്റെ അച്ഛൻ മാത്രമേ എന്നെ അങ്ങനെ വിളിക്കാറുള്ളൂ, അതുകൊണ്ട്. ഓ അങ്ങനെ, ശരി. എന്നാ തന്നെ ഞാൻ ദേവിക്കുട്ടിയെന്ന് മാത്രമേ വിളിക്കൂ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതങ്ങോട്ട് സഹിച്ചു. ഇതെന്താപ്പോൾ സംഭവം? എന്തായാലും സമ്മതിച്ചു കൊടുത്തേക്ക് ശ്രീ. തെറിയൊന്നുമല്ലോ, പേരല്ലേ, വിളിച്ചോട്ടെ. എന്നാൽ ദേവിക്കുട്ടി പൊയ്ക്കോ, ഇന്ന് ക്ലാസ് ഉള്ളതല്ലേ. അത് കേട്ടപാടെ ഞാൻ സ്വർഗം കിട്ടിയ സന്തോഷത്തിൽ തിരിഞ്ഞു നടന്നു. താൻ പോടോ മാഷേ, ഞാൻ ഇനി 2 ദിവസത്തേക്ക് ആ കോളേജിൻ്റെ പടി പോലും കയറില്ല. മതിയായി എനിക്ക്. പിന്നെ ദേവിക്കുട്ടി ഒന്ന് നിന്നേ. മാഷ് വിളിച്ചപ്പോൾ ഞാൻ ചോദ്യഭാഗത്തിൽ നോക്കി. പിന്നെ എന്നെ പേടിച്ച് ലീവാക്കാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ആ മോഹം അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞേക്ക്. മര്യാദക്ക് എന്നും ക്ലാസ്സിൽ വന്നാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ മോൾ ഒരുപാട് കഷ്ടപ്പെടും. മാഷ് എന്നെ അടിപൊളി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങേരെന്താ ഉദ്ദേശിച്ചത്? ഇനി അതാണോ? ശ്രീ, അത് നിന്റെ സാറാണ്. അങ്ങനെ പ്ലാൻ 8 നിലയിൽ പൊട്ടിയ നിർവൃതിയിൽ ഞാൻ വീട്ടിലേക്ക് നടന്നു. അകത്തേക്ക് കയറാനൊരുങ്ങിയപ്പോൾ പതിവിലും വിപരീതമായി അച്ഛനെ കണ്ട് ഞാനൊന്ന് പതറി. ആ മുഖത്ത് പതിവ് പുച്ഛം തന്നെ. ഓ, കെട്ടിലമ്മ രാവിലെ തന്നെ എഴുന്നള്ളിയോ അമ്പലത്തിലേക്ക്? എന്തിനാണ് ഈ വെറുതെ നീ ചെന്ന് അവിടെയുള്ള ദൈവങ്ങളുടെ ഐശ്വര്യം കൂടി കളയണേ? അച്ഛൻ സ്ഥിരം പല്ലവി പാടാൻ തുടങ്ങിയപ്പോൾ ഞാനത് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് ചെന്നു. അമ്മ ഫോണിൽ ആരോടോ ഭയങ്കര കത്തിയടിയാണ്. അടുത്ത് ചെന്നപ്പോൾ മനസ്സിലായി ആൾ വർഷയാണെന്ന്. എൻ്റെ അനിയത്തി. അവൾ കുറച്ച് ദൂരെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. എന്നെ കണ്ടപ്പോഴേ അമ്മ ഫോൺ എനിക്ക് നേരെ നീട്ടി. അമ്മക്കറിയാം അവൾ വിളിക്കുമ്പോൾ തന്നെ എന്നോട് സംസാരിക്കാനാണെന്ന്. കുറച്ചു നേരം വർഷയോട് സംസാരിച്ച് ഞാൻ വേഗം റെഡിയായിട്ട് കോളേജിലേക്ക് വിട്ടു. നിത്യ ബുദ്ധിപൂർവ്വം ലീവ് എടുത്തു. ദുഷ്ട. അതുകൊണ്ട് ബസ്സിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. കോളേജിലെത്തിയപ്പോൾ കൃപയെ കണ്ടു. എന്നെ ഒറ്റയ്ക്കാ കണ്ട എന്ന് കരുതി വന്നതായിരിക്കും. പിന്നെ അധികം സമയം കളയാതെ ക്ലാസ്സിലേക്ക് ചെന്നു. കത്തിയടിച്ചുകൊണ്ടിരുന്നു.
എടി എനിക്ക് പേടിയാവുന്നു. സാർ നമ്മളെ ഇനി പബ്ലിക്കായിട്ട് ചീത്ത പറയും. കൃപ, ഇന്ന് രാവിലെ എൻ്റെ കോട്ട കഴിഞ്ഞു മോളെ. ഇനി നിനക്കുള്ളത് മേടിച്ചോ. ആ തെണ്ടി നിത്യ നാളെ ഇങ്ങോട്ട് വരട്ടെ, കൊന്നു കൊല വിളിക്കും ഞാൻ. ശരിയാ, ഇന്നെന്നെ ഒറ്റക്കാക്കി ശവം. ഏയ് സാർ കൂടുതലൊന്നും പറയില്ലായിരിക്കും. നമുക്ക് മാത്രമല്ലല്ലോ, ആർക്കും അറിയില്ലായിരുന്നല്ലോ. അതാണ് എൻ്റെ ആശ്വാസം. എൻ്റെ അമ്മേ, എന്തൊരായുസ് ദേ വരുന്നു. കൃപ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി തിരിഞ്ഞു നോക്കി. ഒരു ബ്ലാക്ക് കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടും എടുത്ത് മീശയും പിരിച്ചുകൊണ്ട് കയറി വരുന്നു നമ്മുടെ മാഷ്. പെട്ടെന്നുള്ള ആ വരവിൽ കുട്ടികളെല്ലാം കണ്ണുമിഴിച്ച് സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അദ്ദേഹം ക്ലാസ്സിലേക്ക് കയറി ഒരു പുഞ്ചിരിയോടെ എല്ലാവരോടും ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. ഇന്നലെ ഇവിടെ കിടന്ന് അടിയുണ്ടാക്കിയ ആളെ പെട്ടെന്ന് ഈ കൊല്ലത്തിൽ കണ്ട പതർച്ച എല്ലാവരിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇരിക്കാൻ എല്ലാവരും ഒന്ന് മടിച്ചു. ഹാ, ഇരിക്കടോ എല്ലാവരും, ഞാൻ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല. ടീച്ചേഴ്സ് ടേബിളിൽ ചാരി ഇരുന്നു കൊണ്ട് അത് പറഞ്ഞ് ആ നോട്ടം എന്നിലൊടുക്കിയതും ഞാൻ പെട്ടെന്ന് തലതാഴ്ത്തി. ഓക്കെ സ്റ്റുഡൻസ്, ഞാൻ സിദ്ധാർത്ഥ്. ഇനി മുതൽ നിങ്ങൾക്ക് എക്കണോമിക്സ് എടുക്കുന്നത് ഞാനായിരിക്കും. മാഷ് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ പോലും ഞാൻ ചത്താലും തല പൊക്കൂല എന്ന മട്ടിലായിരുന്നു. പക്ഷേ മാഷിൻ്റെ നോട്ടം ഇടയ്ക്കിടെ എന്നിലാണെന്ന് കൃപ എനിക്ക് നല്ല വെടിപ്പായി പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. സോ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അത് കേട്ടപാടെ നമ്മുടെ മെയിൻ ചോദ്യം എത്തി. സാർ മാരീഡ് ആണോ? ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചതും ക്ലാസ്സിൽ ഒരു കൂട്ടച്ചിരി ഉയർന്നു. പെട്ടെന്ന് ഞാൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി. മാരീഡ് അല്ല, പക്ഷേ ഒരു ഗുണ്ടുമുളക് മനസ്സിൽ കയറിക്കൂടിയിട്ടുണ്ട്. കിട്ടിയാ വരവ് വയ്ക്കും എന്ന് എന്നെ ഒരു ഇമ വട്ടാതെ നോക്കി പറഞ്ഞതും ഞാൻ കണ്ണും വീഴ്ച നിന്നു. ദൈവമേ, എന്നെ എന്തിനാ നോക്കുന്നത്? ഇനി അത് തന്നെയാണോ? എടി പുള്ളി എന്താ നിന്നെ തന്നെ ഫോക്കസ് ചെയ്യുന്നത്? കൃപ പതിഞ്ഞ സ്വരത്തിൽ എന്നോട് ചോദിച്ചതും ഞാൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് വീണ്ടും തല താഴ്ത്തി. ഓക്കെ, ഇനി വേറെ സംശയമൊന്നും ഇല്ലെന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ വഴിയെ ചോദിക്കാം. ബിഫോർ ദാറ്റ്, ഈ ക്ലാസ്സിൻ്റെ ഹെഡ് ആരാണ്? ഐ മീൻ ക്ലാസ് ലീഡർ? മാഷ് അങ്ങനെ ചോദിച്ചതും എല്ലാവരുടെയും നോട്ടം എൻ്റെ നേരെ തിരിഞ്ഞു. ഞാൻ വിറച്ച് വേണോ വേണ്ടോ എന്ന അർത്ഥത്തിൽ എഴുന്നേറ്റ് നിന്ന് മാഷിനെ നോക്കി. മാഷിൻ്റെ മുഖത്തെ ആ പുച്ഛത്തോടെയുള്ള ചിരി കണ്ടതും ഞാൻ ഉരുക്കി പോകുന്ന പോലെ തോന്നി. ഉത്തരവാദിത്വവും മെടുക്കുള്ള ഒരാളും ഈ ക്ലാസ്സിലില്ലേ? അതുകൊണ്ടാണോ ഇയാളെ തിരഞ്ഞെടുത്തത്? ഞാനൊരു നിസ്സഹായതയോടെ മാഷിനെ നോക്കി. എല്ലാവരുടെയും നോട്ടം എന്നിലാണെന്നറിഞ്ഞപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഇതുവരെ ഇങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടില്ല. പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും കണ്ണുനീർ അണപൊട്ടൊഴുകി. ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഹാ, ബെസ്റ്റ്. ഈ തൊട്ടൽവാടിയാണോ നിങ്ങളുടെ ലീഡർ? നിങ്ങളുടെ കാര്യം പോക്കാം. ഓരോ വാക്കുകളും എൻ്റെ കരച്ചിലിൻ്റെ ആക്കം കൂട്ടിക്കൊണ്ടിരുന്നു. ദേ, കുട്ടി കരച്ചിൽ നിർത്തൂ. അങ്ങനെ കരയെ മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. മാഷ് ശാന്തമായി പറഞ്ഞിട്ടും എനിക്കൊരു മാറ്റവും ഉണ്ടായില്ല. നിർത്തടോ, എൻ്റെ മുന്നിൽ ആരും കരയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ കരച്ചു നിർത്തണം, ഇല്ലെങ്കിൽ ഗെറ്റ് ഔട്ട്. മാഷ് കലിപ്പിൽ ഷൗട്ട് ചെയ്തതും ഞാൻ ഞെട്ടി വേഗം കണ്ണൊക്കെ തുടച്ചു. അപ്പോഴേക്കും എല്ലാവർക്കുള്ള ആശ്വാസമണി അടിച്ചു. മാഷ് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും എൻ്റെ നേരെ തിരിഞ്ഞു. ഇയാൾ മുഖമൊക്കെ കഴുകി ഒന്ന് സ്റ്റാഫ് റൂമിലേക്ക് വരൂ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അതും പറഞ്ഞ് മാഷ് പോയി. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു.